നമുക്ക് മഹാസതി സീതയുടെ ഒരു ഭാഗം വായിക്കുക. നമ്മൾ കുറേ കാലമായിട്ട് വായിച്ചുകൊണ്ടിരുന്ന ഒരു കഥയാണ് മഹാസതി സീത. പവിത്രയായ സീത എന്നാണ് അതിനർത്ഥം. നമുക്കൊന്ന് വായിക്കാം ബാക്കി. സീതാ സ്വയംവരം വരെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിനി സീതാജിക്ക് വിദായി, സീതാജിയുടെ വിട പറയലാണ്. വായിക്കും. महाराजा जनक ने महर्षि विश्वामित्र के आदेश पर एक दूत अयोध्या में महाराजा दशरथ के पास भेजा. महाराजा जनकൻ മഹർഷി വിശ്വാമിത്രൻ്റെ ഉപദേശപ്രകാരം ഒരു ദൂതനെ അയോധ്യയിലേക്ക് ദശരഥൻ്റെ അടുത്തേക്ക് അയച്ചു. दूत ने महाराजा दशरथ को श्री राम द्वारा धनुष यज्ञ संपन्न करने और सीता जी से विवाह होने का समाचार दिया. इसके साथ ही दूत ने महाराजा दशरथ को मिथिला नरेश का सपरिवार निमंत्रण पत्र भी दिया. അങ്ങനെ ശ്രീരാമൻ ദൂതൻ ദശരഥനെ ദശരഥന് വിവരം കൊടുത്തു. എന്ത് വിവരം കൊടുത്തത്? ശ്രീരാമൻ ധനുഷ് യജ്ഞത്തിലൂടെ സീതയെ വിവാഹം കഴിച്ചു എന്നുള്ള വാർത്ത ദൂതൻ അവിടെ അറിയിച്ചു. അങ്ങനെ അതോടൊപ്പം തന്നെ മഹാരാജാ ദശരഥൻ എന്തുകൂടി അയച്ചു? കുടുംബത്തോടൊപ്പം ഒരു നിമന്ത്രൺ പത്ര, ക്ഷണക്കത്ത് കൂടി അയച്ചു. തിരിച്ചു വിവാഹത്തിൽ പങ്കുകൊള്ളാൻ, വിവാഹത്തിൻ്റെ ആഘോഷത്തിൽ, അല്ലെങ്കിൽ അത് ഇവരെ കൂട്ടിക്കൊണ്ടുപോകണമല്ലോ, അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഈ ആഘോഷത്തിൽ പങ്കുകൊള്ളാൻ വേണ്ടിയിട്ടും മകൻ്റെ വിവാഹം കഴിഞ്ഞും കാര്യവും ഒക്കെ അറിയിച്ചുകൊണ്ട് അതിന് ക്ഷണിച്ചുകൊണ്ട് ഒരു കത്തുകൂടി ദൂതൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. महाराजा दशरथ श्री राम द्वारा धनुष यज्ञ पूर्ण करने का समाचार सुनकर बड़े प्रसन्न हुए और महाराजा जनक के आमंत्रण पर विद्वान ब्राह्मणों, पुरोहितों, पुरजनों और अपनी चतुरंगिणी सेना के साथ മിഥില നഗരി പഹൂഞ്ച. മഹാരാജ് ദശരഥ് ഈ വാർത്ത കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്, നല്ല സന്തോഷത്തോടു കൂടി, വളരെ പ്രസന്നചിത്തനായിട്ട് മഹാരാജാ ദശരഥൻ കുറേ ബ്രാഹ്മണന്മാരെ, പുരോഹിതന്മാരെയും അവിടുത്തെ ജനങ്ങളെയും ഒക്കെ കൂട്ടിക്കൊണ്ട് ചതുരംഗിണി സേനയോടൊപ്പം മിഥില നഗരിയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ മഹർഷി मार्गशीर्ष शुक्ल पंचमी को महाराजा दशरथ और महाराजा जनक की सहमति से श्री राम का सीता जी के साथ, लक्ष्मण का उर्मिला के साथ, भरत का मांडवी के साथ और शत्रुघ्न का श्रुतकीर्ति के साथ समारोह पूर्वक विवाह संपन्न हुआ. राजकुमारी उर्मिला महाराजा जनक की छोटी पुत्री थी, जबकि मांडवी और श्रुतकीर्ति महाराजा जनक के छोटे भाई कुशध्वज की पुत्रियां थी. എന്താ ഇതിൽ പറയുന്നത്? നമ്മളൊക്കെ കേട്ടിട്ടുള്ള കഥകൾ ജനകൻ്റെ 4 പുത്രിമാർ എന്നാണ് അല്ലേ? അങ്ങനെയാണ് പണ്ടൊക്കെ കേട്ട്. പിന്നീട് നമ്മൾ ഒരുപാട് വായനകളും രാമായണത്തിലെ കഥ പറച്ചിലുകളും രാമായണം വായനയും ഇങ്ങനെ കേട്ട് നമുക്ക് കുറച്ച് മനസ്സിലായി തുടങ്ങി ആരാണ് സീതയും മാണ്ഡവി, ഊർമിള, ശ്രുതകീർത്തിയൊക്കെ ആരാണ് എന്നുള്ളത്. മാർഗശീർഷ ശുക്ല പഞ്ചമി ദിവസം, മാർഗശീർഷ മാസം ഒരു മാസമാണ്. അങ്ങനെ നവംബർ ഡിസംബർ സമയത്തുണ്ടാകുന്ന മാസം. മാസത്തിൽ ശുക്ല പഞ്ചമി, വെളുത്ത പഞ്ചമി ദിവസത്തിൽ, വെളുത്ത പക്ഷത്തിൽ പഞ്ചമിയിൽ ദശരഥൻ ജനകൻ്റെ അനുവാദത്തോടു കൂടി ശ്രീരാമൻ
ശ്രീരാമൻ സീതയോടൊപ്പവും പിന്നീട് ലക്ഷ്മണൻ ഊർമിളയോടൊപ്പവും ഭരതൻ മാണ്ഡവിയോടൊപ്പവും ശത്രുഘ്നൻ ശ്രുതകീർത്തിയോടൊപ്പവും ഒക്കെ കൂടി അവരോടൊപ്പമുള്ള വിവാഹം വളരെ സമ്പന്നമാക്കുകയും രാജകുമാരി ഊർമിള ചെയ്തു. അങ്ങനെ രാജകുമാരി ഊർമിള ഊർമിള മഹാരാജ ജനകൻ്റെ ചെറിയ പുത്രി. അതുപോലെ മാണ്ഡവിയും ശ്രുതകീർത്തിയും ജനകൻ്റെ അനിയൻ്റെ കുട്ടികളാണ്. അനിയൻ കുശധ്വജൻ്റെ കുട്ടികളാണ്. സീതാദേവി ഉഴുതപ്പോൾ കിട്ടിയതാണെന്നും പറയുന്നു. അങ്ങനെ വിവാഹത്തിന് ക്ഷണിച്ച് ദശരഥൻ വിവാഹത്തിന് എത്തിച്ചേരുകയും അവർ രണ്ടുപേരും ദശരഥനും ജനങ്ങളും ഒക്കെ കൂടി കുടുംബവും പുരോഹിതരും ഒക്കെ കൂടി അവരുടെ വിവാഹം 8 പേരുടെയും വിവാഹം എന്ന് പറയാനല്ല, അവരുടെ വിവാഹം സമ്പന്നമാക്കുകയും ചെയ്തു. अपने चारों पुत्रों और पुत्रवधुओं को साथ लेकर महाराजा दशरथ मुदित मन के साथ अयोध्या लौट आए. सीता जी अपने पिता के महल से विदा होकर प्रसन्न मन से पति के महल में आ गई. തൻ്റെ 4 പുത്രന്മാരെയും പുത്രവധുക്കളെയും കൂട്ടിയിട്ട് മഹാരാജാവ് ദശരഥൻ വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ അയോധ്യയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. സീതാജി എന്താ ചെയ്തത്? തൻ്റെ പിതാവിൻ്റെ മഹലിൽ നിന്നും വിട കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഭർത്താവിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു എന്നാണ് കഥ. അപ്പോൾ ഇതാണ് വിവാഹം നടന്ന സന്ദർഭങ്ങൾ. അപ്പോൾ അടുത്ത കഥയുമായി നമുക്ക് അടുത്ത ദിവസം വരാം. നന്ദി, നമസ്കാരം.